ജീവനോടെ കുഴിച്ചു മൂടിയവനാണ്. രാത്രി നിന്ന് കരയുന്നത് അല്ലാഹുവേ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുനീര് വീണു എന്ന് പറഞ്ഞ് എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവോ? ഖത്താബിന്റെ മകൻ ഉമറിനുണ്ടായ മാറ്റമാണിത്. ഉക്കാല ചന്തയിൽ മല്ലന്മാരുടെ മുമ്പിൽ ഞാനുണ്ടടാ എന്ന് വല്ലാതെ അഹങ്കാരത്തോടെ നെഞ്ചത്തടിച്ചു പറഞ്ഞ ഉമർ അവസാന ഖലീഫയായി കഴിയുമ്പോൾ വാദിയും പ്രതിയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തി. ന്യായാധിപന്റെ തലപ്പാവും തലയിൽ വെച്ചുകൊണ്ട് വാദിയോടും പ്രതിയോടും നീതി വിസ്താരം നടത്തി. അവസാനം ആകാംക്ഷയോടെ ആശയോടെ വാദി വെളിയിലോട്ടിറങ്ങി ശിക്ഷയും വാങ്ങിച്ചുകൊണ്ട് പ്രതിയും വെളിയിലോട്ടിറങ്ങി. പ്രതിയും വാദിയും തന്റെ മുമ്പിൽ വിനീത വിധേയരെ പോലെ നിന്ന വാദിയും പ്രതിയും തന്റെ കൊട്ടാരത്തിന്റെ പടുവാതിൽ വെളിയിലോട്ടിറങ്ങി കഴിയുമ്പോ അതേപോലെ ന്യായാധിപന്റെ തലപ്പാവ് വെച്ചിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ റൂമിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന്, പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് ആ സമയത്ത് പാതിരാ സമയത്ത് എല്ലാവരും വെളിയിലോട്ടിറങ്ങി കഴിയുമ്പോ പ്രൈവറ്റിന്റെ റൂമിന്റെ ഉള്ളിൽ കയറി വാതിലടച്ച് ജനാലകളെല്ലാം കുട്ടിയിട്ട് ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ നെഞ്ചിലോട്ട് വിരൽ ചൂണ്ടുകയാ. എടാ ഖത്താബിന്റെ മകൻ ഉമറേ, എടാ ഖത്താബിന്റെ മകൻ ഉമറേ. ഉമർ സ്വന്തം നെഞ്ചിന് നേരെ, സ്വന്തം സ്വത്വത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നവരാണ്. ആദ്യം നാം നമുക്ക് നേരെ വിരൽ ചൂണ്ടണം. ഉമർ ഒരു വിചാരണ നടത്തുകയാണ്, ആരും കാണാതെ പ്രൈവറ്റ് റൂമിൽ. ഖത്താബിന്റെ മകൻ ഉമറേ, എടാ ഒരു കാലഘട്ടത്തിൽ നിന്റെ പിതാവായ ഖത്താബ് ലജ്നാൻ പർവ്വതത്തിൽ ഒട്ടകത്തെ തീറ്റാൻ നിന്നെ വിടുമ്പോ വൈകുന്നേരം ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ നിന്റെ പിതാവായ ഖത്താബ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് നിന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അല്ലാഹു നിന്നെ കൈപിടിച്ചുയർത്തി. ഇന്ന് നിന്റെ മുമ്പിൽ വാദിയും പ്രതിയും വന്ന് വിനീത വിധേയരെ പോലെ നിന്റെ മുമ്പിൽ നമ്രശിരസ്കരായി നിൽക്കുമ്പോ നീ വലിയ ന്യായാധിപനായി മാറുമ്പോ ഖത്താബിന്റെ മകൻ ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. നീ വലിയവനായി പോയി എന്ന് നിനക്ക് തോന്നണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഭിത്തിയിൽ ചാരിയിട്ടിരിക്കുന്ന ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് ഞാൻ അടിച്ചിട്ട് എടാ ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ടെന്ന് ചാട്ടവാറ് കൊണ്ടടിച്ച് തന്റെ ശരീരത്തിന്റെ അഹങ്കാരം ഇല്ലാടാക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആക്കി മാറ്റിയ മാറ്റത്തിന്റെ ചാലകമേതാണ്? ഉക്കാല ചന്തയിൽ നെഞ്ചി വിരിച്ചു നിന്ന ആള് പറയുകയാണ്, രാത്രിയിൽ ആട് പറയാളെ വാതിലും ജനലും ഒക്കെ കുട്ടിയിട്ടിട്ട് ചാട്ടവാറെടുത്തിട്ട് ശരീരത്തിൽ അടിക്കുകയാ. ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. ഇതേ ഉമർ വൈകുന്നേരമാകുമ്പോൾ സുന്ദരികളായ തരുണിമണികൾ മുഴുവനും ഒരു നേരം കാണാൻ വേണ്ടി കാത്തിരുന്ന ഇതേ വലിയ ശരീര സമ്പുട്ടി ഉണ്ടായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ അവസാന സുബഹി നമസ്കാരത്തിന് പള്ളിയിലോട്ട് പോകുമ്പോ അബൂലുആന്റെ കുത്തേറ്റിട്ട് കുടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി. ആ മുറിവിന്റെ ആഴത്തെക്കുറിച്ച് ഹദീസിൽ കാണാം. ഒരു ഗ്ലാസ് വെള്ളം വായിലൂടെ കുടിച്ചാൽ ആ വെള്ളം മുഴുവനും വയറ്റിൽ കിടക്കുന്ന മുറിപ്പാടിലൂടെ വെളിയിലോട്ട് പോകുന്ന രീതിയിൽ കുടൽമാലകൾ മുഴുവനും വെളിയിലോട്ട് ചാടി ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവസാനം ശരീരം മുഴുവനും രക്തത്തെ അളങ്കെട്ടി കിടക്കുകയാണ്. കുടൽമാലകൾ വെളിയിലോട്ട് ചിതറിക്കിടക്കുകയാണ്. ആ സമയത്ത് ബോധം വീഴുമ്പോ തന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. മോനെ ഇബ്നു ഉമറേ, ഉപ്പാന്റെ തലയെടുത്തിട്ട് നീ മണ്ണിലോട്ട് ചേർത്ത് വെക്ക്. മണ്ണിൽ തലവെച്ച് നിസ്സാരക്കാരനായി ഈ ഖത്താബിന്റെ മകൻ ഉമർ മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് മടിയിൽ നിന്ന് തലയെടുത്ത് മണ്ണിലോട്ട് ചേർത്ത് വെച്ച് ആ മണ്ണിലേക്ക് തലവെച്ചിട്ട് ഉമർ നിസ്സാരക്കാരനായി മരിക്കട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധനായ മനുഷ്യനായി മാറിയത് എന്റെ സദസ്സിന്റെ ആമുഖമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ മനുഷ്യൻ മാറിപ്പോയത്? ഈ കാട്ടാളൻ എങ്ങനെയാണ് ഖലീഫയായി മാറിയത്? നമുക്കെല്ലാവർക്കും അറിയാം. ഉമറിന്റെ മനസ്സിന്റെ മാറ്റം ഒരൊറ്റ മാറ്റമായിരുന്നു. ഖുർആനിന്റെ ഒരായത്ത് കേട്ടപ്പോ, ഒരു സൂറത്ത് കേട്ടപ്പോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇൻഷാ അല്ലാഹ് ഖുർആന്റെ ഒരായത്താണ് നമ്മുടെ 5 ദിവസത്തെ വിഷയം. ഖുർആൻ കേട്ടാൽ മനസ്സ് മാറണം. ഉമറിന്റെ മനസ്സ് മാറി. നമുക്കറിയാം, അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ ഊരി പിടിച്ച് വാളുമായിട്ട് പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വെളിച്ചം ഊതിക്കെടുക്കാൻ ഊരി പിടിച്ച വാളുമായി പായുകയാണ്.
പായുന്ന സമയത്താണ് വെടിയിൽ വെച്ചൊരാളെ കാണുക. എവിടോട്ടാണ് ഉമറേ? ചെകുത്താന്റെ കണ്ണുകളുമായി ഉമറൊന്നും മുസ്ലിമായിട്ടില്ല. കുതിരപ്പുറത്ത് പായുകയാണ്. മിന്നൽ പിണര് പോലെ വാള് കയ്യിൽ കിടന്ന് തിളങ്ങുകയാണ്. എവിടേക്കാണ് ഉമറേ? ഞാനിന്ന് മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. മുഹമ്മദിനെ കൊന്നിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി പായുകയാണ്. അയാൾ പറഞ്ഞു, ഉമറിന്റെ മുഹമ്മദിന്റെ തല കൊയ്യുന്നതിന് മുമ്പ് നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ സഹോദരിയുടെ തല ആദ്യം കൊയ്യെടുക്കുക. ഉമറിന്റെ മനസ്സ് വിറച്ചു, ഉമറിന്റെ ചുണ്ടുകൾ വിറച്ചു. എന്റെ സഹോദരി നമ്മുടെ മതത്തെ തള്ളിപ്പറഞ്ഞ് മുഹമ്മദിന്റെ മതത്തിലോട്ട് കടന്നുപോയോ? ബഹുമാനപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ അടുക്കലോട്ട് വന്ന ഉമർ കുതിരയെ തിരിച്ചു. നേരെ പോവുകയാണ് സഹോദരി ഫാത്തിമയുടെ വീട്ട്. അള്ളാന്റെ വെളിച്ചം ഊതിക്കെടുത്താനുള്ള ദൃഢപ്രതിജ്ഞയും പിടിച്ച് ഊരിപ്പിടിച്ച വാളുമായി കടന്നു തന്ന ഉമർ പ്രിയപ്പെട്ട സഹോദരിയുടെ വീടിന്റെ മുമ്പിലെത്തി. പെട്ടെന്നതാ കുടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. സഹോദരി ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. സഹോദരി ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. അറിയാതെ ഉമറിന്റെ ചെവികളിലേക്ക് ആ നാദം വന്ന് പതിച്ചുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. കാട്ടാളന്റെ ശ്രവണേന്ദ്രിയങ്ങളിലേക്ക് എങ്ങനെയോ ഖുർആന്റെ ആയത്ത് വന്ന് കേട്ടു. ത്വാഹാ ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഈ നാദം കേൾക്കേണ്ട താമസം ചവിട്ടിപ്പൊളിച്ച വാതിലിന്റെ മുമ്പിൽ ഉമർ ഇതികർത്തവ്യാമൂടനെ പോലെ നിന്നു. തന്റെ സഹോദരന്റെ പൈശാചിക ഭാവം കണ്ട് ഫാത്തിമ പേടിച്ചു വിറച്ചു. കയ്യിലിരിക്കുന്ന ഖുർആൻ അടച്ചു. ഉമർ ചോദിച്ചു, ഫാത്തിമ നീ എന്താണോ ഓതിയത്? ഞാൻ ഖുർആനാണ് പാരായണം ചെയ്തത്. കാട്ടറബി ചോദിക്കുകയാണ്, ഫാത്തിമ ഒന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമോ? കൊല്ലാൻ വന്നവൻ ചോദിക്കുന്നു, ഒന്നുകൂടി ഞാനതൊന്ന് കേട്ടുകൊള്ളട്ടെയോ? ഫാത്തിമ അതൊന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമോ? ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമറേ, നീ അശുദ്ധിയാണ്, നിനക്ക് ശുദ്ധിയില്ല. ഇത് ശുദ്ധിയില്ലാത്തവനെ കേൾക്കാനുള്ളതല്ല. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ശുദ്ധിയില്ലാത്തവനിത് കേൾക്കാൻ പാടില്ല. ഉമർ കൊച്ചുകുട്ടിയെ പോലെ പോയി വളൂ ചെയ്തു. ഉമർ ശരീരം കഴുകി വൃത്തിയാക്കി ഒരു പൂച്ചക്കുട്ടിയെ പോലെ തന്റെ സഹോദരിയുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു. കാതുകൾ കുറിപ്പിച്ചു. ചരിത്രം പിറക്കാൻ പോവുകയാണ്. പുതുയുഗത്തിന്റെ ചന്ദ്രോദയം കാണുകയാണ്. ഉമർ പറഞ്ഞു, ഫാത്തിമ ഒന്നുകൂടി ഓതുമോ? ഫാത്തിമ ഓതാൻ തുടങ്ങി. ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നനീ അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരിലാഹില്ല. ഫഅ്ബുദ്നി, എന്നെ നീ ആരാധിക്കണേ, എന്നെ നീ ആരാധിക്കണേ. ഖുർആനിന്റെ മാസ്മരീക സൗന്ദര്യം, മാസ്മരീക വശ്യത പോലെ കാട്ടറവയുടെ കാട്ടാളന്റെ മനസ്സിലേക്ക് അത് പെയ്തിറങ്ങി. ഉമറിന്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. ആളുകൾ പേര് കേട്ടാൽ വിറക്കുന്ന മനുഷ്യന്റെ ശരീരം സ്വയം വിറക്കാൻ തുടങ്ങി. കണ്ണുകൾ മീടിയടയാൻ തുടങ്ങി. ഉമർ ചോദിച്ചു, ഫാത്തിമ റസൂലുള്ള എവിടെയുണ്ട്? റസൂലുള്ള ദാറുൽ അർഖമിലുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഉമർ കുതിരപ്പുറത്ത് കയറി നേരെ ദാറുൽ അർഖമിന്റെ വീട്ടിൽ പോയി വാതിലിൽ മുട്ടി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരാണെന്ന് നോക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് വാതിലിന്റെ ഇടയിലൂടെ നോക്കുമ്പോ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഓലക്കാതിലിന്റെ ഇടയിലൂടെ ബിലാൽ നോക്കി. ഞെട്ടിത്തരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഉമറാണ് നബിയേ. കത്തിക്കാൾ എന്ന പിശാചിന്റെ കണ്ണുകൾ, കയ്യിൽ ഊരിപ്പിടിച്ച വാള്, ശരീരം വയർപ്പിൽ മുങ്ങിക്കുളിച്ച് വാതിലിന്റെ മുമ്പിൽ ഒരു അതികായനെ പോലെ ഉമർ നിൽക്കുകയാണ്. നബിയെ, ഉമറാണ് നബിയെ. പേടിച്ചുപോയി കൂടെ ഇരുന്നവർ. കാട്ടാളൻ ഉമർ വരുന്നുവോ? അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കുവാൻ ഹംസ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. വാതിലിന്റെ മുമ്പിൽ വന്ന് മറഞ്ഞു നിന്നു. എന്നെ കൊന്നിട്ടല്ലാടെ ഉമർ അള്ളാന്റെ റസൂലിന്റെ ശരീരത്ത് തൊടില്ല. ഊരിപ്പിടിച്ച വാളുമായി ഹംസ നിന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, മാറ് ഹംസ, മാറ് ഹംസ, ഹംസ മാറ് ഹംസ.
ഹംസ മാറിയില്ല. അള്ളാന്റെ റസൂൽ വന്നിട്ട് വാതിൽ കൊളുത്തെടുക്കാൻ പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഈ സംഭവം പറയുകയാണ്. ഉമറിന്റെ വരവ് കണ്ടപ്പോഴേ ഞങ്ങൾ ഭയന്നു പോയി. ഉമർ റസൂലുള്ളാഹിനെ തൊട്ടാൽ പ്രതിരോധിക്കാൻ ആയുധമില്ല. ഞാൻ നോക്കിയെറിയാനൊരു കല്ല് പോലും കയ്യിലില്ല. നോക്കിയപ്പോഴാണ് റൂമിന്റെ മൂലയിൽ റസൂലുള്ളാഹിക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിളച്ച കലത്തിൽ തിളക്കുന്ന വെള്ളം എടുത്തിട്ട് ആ വാതിലിന്റെ പുറകിൽ തിളച്ച കലവുമായിട്ട് ഞാൻ കാത്തുനിന്നു. ഉമറങ്ങാനും റസൂലുള്ളാഹിനെ തൊട്ടാൽ ഈ തിളച്ച വെള്ളം മുഖത്തെ കൊടിക്കണമെന്ന് കരുതി തിളച്ച വെള്ളം നിറച്ച ചൂടുവെള്ളവുമായിട്ട് ഞാൻ കാത്തുനിന്നു. വാതിൽ തുറക്കപ്പെട്ടു. ചെകുത്താന്റെ കണ്ണുകളുമായി ഉമർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തി. രണ്ട് കണ്ണുകൾ ഏറ്റുമുട്ടി. നിസാരത്തിന്റെ കണ്ണുകളും പൈശാചികതയുടെ കണ്ണുകളും തമ്മിൽ ഏറ്റുമുട്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കാട്ടാളൻ ഖലീഫയായി മാറിയ ലോകത്തിന്റെ അപൂർവമായ ചരിത്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ നാട് മുഴുവനും എഴുതിത്തള്ളിയ മനുഷ്യൻ മാറി. നമുക്ക് മാറ്റമുണ്ടോ? നമ്മൾ എത്ര ഖുർആൻ കേട്ടു, ഇപ്പൊ തന്നെ എത്ര ആയത്ത് കേട്ടു. ആരെങ്കിലും ഹൃദയത്തിൽ ഇറങ്ങുമോ? ഇറങ്ങൂല. ഖുർആൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? ഖുർആൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ചുണ്ട് കൊണ്ട് ഓതലല്ലോ, ഹൃദയത്തിലല്ലേ ഇറങ്ങേണ്ടത്. ഖുർആൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാനാണ് ഖുർആൻ ഞാൻ തന്നത്. അലാ ഖൽബിക് ലിതകൂന മിനൽ മുൻദിരിൻ. അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിൽ ഇറങ്ങണം. ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കി തരണ്ടേ? സാംസ്കാരിക തകർച്ച അനുഭവപ്പെടുന്ന ലോകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഖുർആൻ ആരായി മാറിയെന്നറിയോ? 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ ആരാണ്? അന്നത്തെ കാലഘട്ടത്തെ പറയുന്ന ഡാർക്ക് ഏജ് ആണ്. ഞാൻ അവിടുത്തെ ഒരാളെ കുറിച്ചാ പറഞ്ഞത്. അപ്പൊ ഖുർആൻ പഠിച്ചാൽ